കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ. കായലുകളും കനാൽ ശൃംഖലകളും തോടുകളും കൊണ്ട് സമ്പന്നമായ ആലപ്പുഴയെ ലോർഡ് കേഴ്സൺ പ്രഭുവാണ് കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത്. പച്ചപ്പ് നിറഞ്ഞ നെൽവയലുകളും തെങ്ങിൻ തോപ്പുകളും നിറഞ്ഞ ഇവിടുത്തെ ഗ്രാമീണ ഭംഗി ലോകപ്രശസ്തമാണ്. ആലപ്പുഴയിലെ ബാക്ക് വാട്ടർ ടൂറിസത്തിന്റെ ഹൃദയഭാഗമാണിത്. ഹൗസ് ബോട്ട് ടൂറിസം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം. കെട്ടുവള്ളങ്ങളെ അത്യാധുനിക സൗകര്യങ്ങളുള്ള സഞ്ചരിക്കുന്ന വീടുകളാക്കി മാറ്റിയ ഹൗസ് ബോട്ടുകൾ യാത്ര തുടങ്ങുന്നത് പ്രധാനമായും ഇവിടുത്തെ ജെട്ടികളിൽ നിന്നാണ്. നെഹ്റു ട്രോഫി ഫിനിഷിംഗ് പോയിന്റ് ബോട്ട് ജെട്ടി, പുന്നമട ബോട്ട് ജെട്ടി, കായിപ്രം ബോട്ട് ജെട്ടി, പള്ളാത്തുരുത്തി ബോട്ട് ജെട്ടി എന്നിവയാണ് പ്രധാന ഹൗസ് ബോട്ട് കേന്ദ്രങ്ങൾ. കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഇന്ത്യയിലെ നീളം കൂടിയ തടാകങ്ങളിലൊന്നുമാണ് വേമ്പനാട്ട് കായൽ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി ഇത് വ്യാപിച്ചു കിടക്കുന്നു. ആലപ്പുഴയിൽ ഇത് പുന്നമടക്കായലെന്നും കൊച്ചിയിൽ കൊച്ചിക്കായലെന്നും അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിനേക്കാൾ താഴെ കൃഷി ചെയ്യുന്ന കുട്ടനാടൻ പാടശേഖരങ്ങൾ ഈ കായലിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. കായലിലെ ഉപ്പുവെള്ളം കുട്ടനാടൻ കൃഷിയിടങ്ങളിലേക്ക് കയറുന്നത് തടയാനായി നിർമ്മിച്ച തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട്ട് കായലിന്റെ വലിയൊരു സവിശേഷതയാണ്. ഈ കാണുന്ന കായലിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. ആലപ്പുഴയുടെ ആവേശവും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കായൽ പൂരവുമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് വേമ്പനാട്ട് കായലിന്റെ ഭാഗമായ പുന്നമട കായലിലാണ്. ഈ കാണുന്ന പാലം തൊട്ടാണ് സ്റ്റാർട്ടിംഗ് പോയിന്റായിട്ട് കണക്കാക്കപ്പെടുന്നത്. 1952 ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആലപ്പുഴ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിനോടുള്ള ബഹുമാന സൂചകമായി നടത്തിയ ജലഘോഷയാത്രയോടെയാണ് ഇതിന്റെ തുടക്കം. വള്ളംകളിയിലെ ആവേശം കണ്ട് ആകൃഷ്ടനായ അദ്ദേഹം വെള്ളിയിൽ തീർത്ത ചുണ്ടൻ വള്ളത്തിന്റെ മാതൃകയിലുള്ള ട്രോഫി സമ്മാനിച്ചു. പിന്നീട് ഇത് നെഹ്റു ട്രോഫി ബോട്ട് റേസ് എന്നറിയപ്പെടാൻ തുടങ്ങി. പുന്നമടക്കായലിലെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിച്ചെത്തുന്ന രീതിയിലാണ് ട്രാക്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. ഏകദേശം 1.4 കിലോമീറ്റർ നീളമുള്ള 4 ട്രാക്കുകളിലൂടെയാണ് ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കുന്നത്. എല്ലാ വർഷവും ആഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് സാധാരണയായി ഈ ജലോത്സവം നടക്കുന്നത്. വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിനൊപ്പം തുഴച്ചിൽക്കാരുടെ താളത്തിലുള്ള തുഴച്ചിലും കാണാൻ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചുണ്ടൻ വള്ളത്തിന്റെ ട്രയൽ റണ്ണാണ്. അതായത് മത്സരത്തിന് മുമ്പുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാക്ടീസാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് ഫിനിഷിംഗ് പോയിന്റ്. ഇവിടെ കാണുന്നതാണ് 4 ട്രാക്കുകൾ. ഈ ട്രാക്കുകളിലൂടെ വരുന്ന വള്ളങ്ങളിൽ ആരാണോ ആദ്യം എത്തിച്ചേരുന്നത് അവരാണ് വിജയി. കൂടാതെ തൊട്ടപ്പുറത്ത് കാണുന്ന ആ കായലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ബിൽഡിംഗാണ് നെഹ്റു പവലിയൻ. അവിടെയാണ് നമ്മുടെ ചീഫ് ഗസ്റ്റുകളെല്ലാം ഇരിക്കുന്നത്. ആലപ്പുഴ ബോട്ട് ജെട്ടിയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നെഹ്റു പവലിയനും സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ആലപ്പുഴ ബോട്ട് ജെട്ടി. ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് തന്നെയായിട്ടാണ് ഈ ബോട്ട് ജെട്ടിയും സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും ഈ റൂട്ട് പോകുന്ന, അതായത് നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ നടക്കുന്ന ആ റൂട്ട് പോകുന്ന ബോട്ടുകൾ ലഭ്യമാണ്. വളരെ തുച്ഛമായ നിരക്കിൽ നമുക്കിതൊക്കെ കണ്ട് ആസ്വദിക്കാവുന്നതാണ്. കൂടാതെ ഷിക്കാര വള്ളങ്ങളും ഈ ഭാഗത്തു നിന്ന് ലഭിക്കും. മണിക്കൂർ നിരക്കിൽ നിങ്ങൾക്ക് കായൽ ചുറ്റിക്കറങ്ങാവുന്നതാണ്. ഒപ്പം SWTയുടെ വേഗ സി കുട്ടനാട് സർവീസ് ബോട്ടുകളും ലഭ്യമാണ്. SWTD സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. താങ്ക്